ഹായ് ഫ്രണ്ട്സ്, നമുക്ക് പിസ്സ എങ്ങനെ ഓവനില്ലാതെ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം. ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണോട് എനേബിൾ ചെയ്യുക. ഞങ്ങളിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കിയെടുക്കാം. ഒരു 15 മിനിറ്റ് ഈസ്റ്റ് ആക്റ്റീവ് ആകാൻ വേണ്ടി മാറ്റി വച്ചേക്കണം. ഇരുന്നൂറ് ഗ്രാം മൈദയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഒന്ന് ഇളക്കിയെടുക്കണം. ഈസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കണം. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിനായിട്ട് ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു 2 മണിക്കൂർ മാറ്റി വച്ചേക്കണം. നമുക്കിനി പിസ്സയ്ക്ക് വേണ്ടിയുള്ള സോസ് തയ്യാറാക്കാം. അതിനായിട്ട് 2 തക്കാളിയും 1 സവാളയും 6 അല്ലി വെളുത്തുള്ളിയും 1 കാപ്സിക്കായും എടുത്തിട്ടുണ്ട്. കാപ്സിക്കയുടെ കുരു കളഞ്ഞിട്ട് വേണം എടുക്കാൻ. ഇതെല്ലാം കൂടി ഒരു കുക്കറിലിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. തക്കാളിയുടെ തൊലിയെല്ലാം നമുക്ക് എടുത്ത് കളയണം. ചൂട് ആറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്ത് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. ഒരു ഫ്രൈ പാൻ എടുത്ത് ചൂടായതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. മിക്സിയിൽ അരച്ച് വെച്ച കൂട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കണം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. സോസ് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ കുഴച്ച് വെച്ചിരുന്ന മാവ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഫ്രൈ പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് നന്നായിട്ട് പരത്തിയെടുക്കാം. കൈ വെച്ച് പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. നന്നായിട്ട് പരത്തിയെടുക്കണം.
സ്റ്റൗവിൽ വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. എല്ലാ ഭാഗത്തും നമുക്കൊന്ന് കുത്തി കൊടുക്കാം. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. പിസ്സ സോസ് റെഡി ആയിരിപ്പുണ്ട്. ഒരു ക്യാപ്സിക്കം കട്ടി വെച്ചിട്ടുണ്ട്, 2 തക്കാളിയും ഒരു സവാളയും കട്ടി വെച്ചിട്ടുണ്ട്, മൊസറല്ല ചീസ്, ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പിസ്സ സോസ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചീസ് ഇട്ട് കൊടുക്കാം. സവാള അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കാം. കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഒലിവുകായ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഓപ്ഷണലാണ്. കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചീസെല്ലാം നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്.